ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് മഴക്കാലം മുടി സംരക്ഷണത്തെ പറ്റിയാണ്. അപ്പം നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ മഴക്കാലത്ത് മുടിയിൽ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് നമ്മൾ തീർച്ചയായിട്ടും മുടിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് അധികമായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്ത്രീകൾക്ക് നമ്മളുടെ വീട്ടുജോലികളൊക്കെ ചെയ്തതിന് ശേഷം നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് നമ്മളുടെ ശ്രദ്ധ ചെലുത്താൻ നമുക്ക് സമയം കിട്ടാറില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് പൻഖുരി ആപ്പ് എന്ന് പറയും. അപ്പോൾ ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ്സ്, അതായത് ഫാഷൻ ഉണ്ട്, അതുപോലെ തന്നെ DIYs ഉണ്ട്, ഹോം റെമഡീസ് ഉണ്ട്, ഹോം കെയർ, അതുപോലെ തന്നെ സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫീൽഡും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഈ പൻഖുരി ആപ്പ് എന്ന് പറയുന്നത്. ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ മിസ്സാകും അല്ലേ? പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ ടൈം നമുക്ക് ഏത് സമയത്താണോ വേണ്ടുന്നത് ആ സമയത്ത് നമുക്കത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കാണുകയോ ചെയ്യാം. അപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ കെയർ വീഡിയോസ് ഉണ്ട്, സ്കിൻ കെയർ വീഡിയോസ് ഉണ്ട്, ഹോം റെമഡീസ് ഉണ്ട്, DIYs ഉണ്ട്, അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് എന്ന രീതിയിലാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിനെപ്പറ്റി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതുപോലെ എൻക്വയറികൾ ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മെസ്സേജസ് അല്ലെങ്കിൽ റിപ്ലൈസും കിട്ടുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്, പെയ്ഡ് ക്ലാസ്സസ് ഉണ്ട്. അതായത് പെയ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ അപ്പോൾ അതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാം വീഡിയോ എടുത്ത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ട് മനസ്സിലാക്കാനും കേട്ട് മനസ്സിലാക്കാനും നമ്മളുടെ സംശയങ്ങൾ അവരോട് ചോദിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് ഈ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതായത് ഇതിപ്പം ഇങ്ങനെ ഒരു ആപ്പ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് വിടുന്നത്. ഈ ഒരു ആപ്പ് അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇനി അത് കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും ഇതെന്തുമാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. മഴക്കാലം, അതായത് നമുക്കറിയാം ഇപ്പോൾ എന്നും മഴയാണ് അല്ലേ? ഈ മഴക്കാലത്ത് നമ്മളുടെ മുടിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, മഴക്കാലത്ത് മുടിക്ക് മുടിയിലേക്ക് നമ്മൾ അധികം ഹെയർ പാക്കുകളോ അല്ലെങ്കിൽ ഒരുമാതിരി മുടിയിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത്. മുടിയെ ഫ്രീ ആയിട്ട് വിടുക. കാരണം ഈ മഴക്കാലത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ഹെയർ പാക്കുകളും നമ്മൾ ഷാമ്പു അല്ലെങ്കിൽ താളിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഒരു പ്രശ്നമാണ് മുടി കട്ട പിടിക്കാൻ തുടങ്ങും. ഇത് മുടി കൊഴിച്ചിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കഴിയുന്നതും ഈ അധികമായിട്ടുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് നമ്മളങ്ങ് കുറയ്ക്കും. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ നമുക്കധികം വെള്ളം വേണ്ടുന്നതായിട്ട് തോന്നത്തില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, മുടിക്ക് നല്ലതുപോലെ വെള്ളം കുടിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ ഈ വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന, അതായത് മഴക്കാലത്ത് നല്ലതുപോലെ വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മഴക്കാലത്ത് ദയവ് ചെയ്ത് നിങ്ങൾ എന്നും മുടി നനയ്ക്കാതിരിക്കുക. എന്നും നമ്മൾ മുടി നനയ്ക്കുന്നത് കൊണ്ട് അത് മുടിക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് മുടിക്ക് ദോഷം ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. കാരണം ഈ മഴക്കാലത്ത് ഉള്ളുള്ള മുടിയും കൂടി ആണെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് നമ്മൾക്ക് തോന്നും ഇത് ഉണങ്ങി എന്ന് തോന്നിയാലും ഈവൻ അതിനകത്ത് ചെറിയ ചെറിയ നനവുകൾ ഉണ്ടായിരിക്കും. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഉണങ്ങാൻ നമുക്ക് തോന്നും അത് ഉണങ്ങിയിട്ടുണ്ടാവുമെന്ന്, പക്ഷെ അതങ്ങനെയല്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 1-2 ദിവസം ഇടവിട്ട് മുടി നനയ്ക്കാൻ ശ്രമിക്കണം. അത് മാത്രമല്ല, മുടി നനയ്ക്കുന്ന ദിവസങ്ങളിൽ മുടി നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അതിനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും യൂസ് ചെയ്യരുത്. നമ്മുടെ നോർമലായിട്ട് തന്നെ മുടി ഡ്രൈ ആകാൻ. പിന്നീട് ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുടി അധികം നനയ്ക്കരുത്. അതുപോലെ തന്നെ മുടിയിൽ അധികം എണ്ണമയം, അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ഇടവേളകൾ ഇട്ടാണ് നമ്മൾ മുടി കഴുകുന്നതെങ്കിൽ മുടിയിലധികം എണ്ണമയം ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ അതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓയിലിൻ്റെ അളവ് കുറയ്ക്കുക. അതായത് കുറച്ച് എണ്ണ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഹെയർ പാക്ക് ഇട്ടോ അല്ലെങ്കിൽ താളി ഇട്ടോ മുടിക്ക് കൂടുതൽ സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അഥവാ അതിനുകൊണ്ട് ആവശ്യമുള്ള എണ്ണ മാത്രമേ ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മുടി പ്രോപ്പറായിട്ട് ഉണങ്ങിയില്ല, ഈ എണ്ണയും കൂടി ചേർന്നിരുന്നാൽ മുടി നല്ലതുപോലെ കട്ട പിടിച്ച് താരൻ ഉണ്ടാകും. അതുമൂലം മുടി പൊഴിച്ചിലും ഉണ്ടാകും.
അതുപോലെ മഴക്കാലത്ത് സർവ്വസാധാരണമാണ് കേട്ടോ കുറച്ച് മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ചിലർക്ക് ഭയങ്കര പേടിയാണ്, പെട്ടെന്ന് ഒരു മാറ്റം വന്ന് മുടി പൊഴിയാൻ തുടങ്ങി. അതുകൊണ്ട് മഴക്കാലത്ത് പ്രത്യേക സംരക്ഷണം വേണം. പ്രത്യേക സംരക്ഷണമായിട്ടൊന്നുമില്ല, നമ്മൾ അധികം മഴക്കാലത്ത് മുടിയിലേക്കൊന്നും ചെയ്യാതിരിക്കുന്നതാണ് അതിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംരക്ഷണം. അപ്പം അതുകൊണ്ട് അതുകൂടെ കണ്ട് ടെൻഷൻ ആവുകയാണെങ്കിൽ മുടി കൂടുതൽ പൊഴിച്ചിൽ വഷളാകാത്തതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട. മുടി പൊട്ടിപ്പോവുകയാണോ ഊരി പോവുകയാണോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മുടി പൊട്ടി പോവുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. അതേസമയം ഒരു മിനിമം ഒരു 10 സ്റ്റാൻഡ്സ് ഒക്കെ ഇങ്ങനെ ഊരി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുന്നത് അത് പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു വ്യത്യാസമാണ് മുടിയിൽ കാണുന്നത്. അത് നമുക്ക് തിരിച്ച് വിളിച്ച് വന്നോളൂ. കൂടുതൽ ഹെയർ പാക്കുകളിട്ട് അത് കൂടുതൽ സ്ട്രഗിളാക്കി വഷളാക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക്. ഇനി മഴക്കാലത്ത് നമുക്ക് ഹെയറിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ടിപ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, ആഴ്ചയിൽ 2 ദിവസം മാത്രം അങ്ങനെ കൂടിയിരിക്കുമ്പോൾ മുടി നനയ്ക്കാൻ ശ്രമിക്കുക. അധികം എണ്ണ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മഴക്കാലത്ത് നമുക്കറിയാം നമ്മളുടെ മുടി എന്താ പറയുക, ഇല്ല ചൂട് സമയത്ത് ഇങ്ങനെ പ്രിസി ആവുന്ന രീതിയിലാകാറില്ല. നമ്മുടെയൊക്കെ മുടിയിൽ ഒരു ചെറിയ മയം നിൽക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ 2 ദിവസം കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ 2 തവണ മാത്രം മുടി കഴുകുമ്പോൾ നമ്മളുടെ മുട്ടയില്ലേ, മുട്ടയുടെ വെള്ള മാത്രം അപ്ലൈ ചെയ്ത് കഴുകാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ ഷാമ്പു പ്രിഫർ ചെയ്യുന്നില്ല, കാരണം ആ മുട്ടയുടെ വെള്ള മാത്രമാകുമ്പോൾ വലിയ സ്മെല്ലൊന്നുമില്ല. വെള്ളം മാത്രം അപ്ലൈ ചെയ്യുക. അത് മുടിക്ക് നല്ല സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കും. നല്ലൊരു ഹെയർ പാക്ക് കൂടിയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ വക കാര്യങ്ങൾ മഴക്കാലത്ത് ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോഴും വീണ്ടും പറയാണ്, മുടിയിലേക്ക് ഈ സമയത്ത് നമ്മൾ അധികം സ്ട്രഗിൾ മുടിക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം മസ്റ്റായിട്ട് കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കൂടി കഴിക്കണം. അപ്പം ഈ ഒരു വക കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ എടുത്ത് പറയാണ്, മുടിയിൽ അധികം എണ്ണമയം നിൽക്കരുത്, താരനുണ്ടാക്കും. അത് സ്കിൻ പ്രോബ്ലംസ്, അതായത് കൂടുതൽ പിമ്പിൾസ് അല്ലെങ്കിൽ കുറേ ഫംഗൽ പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മളുടെ പില്ലോ കവർ മാറുന്ന കാര്യം ശ്രമിക്കണം. 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ നമ്മളുടെ പില്ലോ കവർ മാറണം. കാരണം അത് ഈ പറഞ്ഞതുപോലെ ഫംഗൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അധികം മുടി പൊഴിച്ചിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഒരു റിലീഫായിരിക്കും.